பார்த்துட்டு நிற்கும் போதே என்ன செஞ்சு இது வந்ததுல உள்ள குப்பரை விழுந்துட்டேன். ജോലിക്ക് ഒരു കൃത്യനിഷ്ഠതയില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ടാറ്റ ടീ ഇടപെടുന്നത്. 8 മണിക്കത്തെ പണിക്ക് ഇങ്ങനെ 5 മണിക്ക് തന്നെ അവർ വീട്ടിൽ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റും. 5 മണിക്ക് പണിക്ക് പോകണം. ഇതിന് സമയമുണ്ട്. ഓരോ തൊഴിലിനും ഓരോ സമയമുണ്ട്. எல்லாம் கம்பெனி எடுக்குன்னு சொல்றது மாத்திரம் ஆகாது. വനവിലങ്ങുകളെ പാതുകാക്കக்கூடிய ചട്ടം ഉണ്ടാക്കുന്നത് സർക്കാർ. ജനവാസികളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ തോട്ടം തൊഴിലിനായി പോകവേ ഇവർ കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. മുഖത്തിന് സാരമായ പരിക്കേറ്റ പ്രദേശവാസിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് തോട്ടം തൊഴിലാളിക്ക് നേരെ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണമുണ്ടായിരിക്കുന്നത്. മറ്റ് തൊഴിലാളികൾക്കൊപ്പം ഷൈനിയും തോട്ടം തൊഴിലിനായി പോവുകയായിരുന്നു. ഏറ്റവും മുമ്പിൽ ആയിട്ടായിരുന്നു ഷൈനി നടന്നിരുന്നത്. റോഡിൽ നിന്നിരുന്ന ആനയെ ഷൈനി കണ്ടിരുന്നില്ല. ആനയുടെ മുമ്പിൽ അകപ്പെട്ടതോടെ ഷൈനി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആക്രമണത്തിന് ശേഷം അവിടെ നിന്നും ആന പിൻവാങ്ങി. സംഭവശേഷം പരിക്കേറ്റ ഷൈനിയെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വേനൽക്കാലം ആരംഭിച്ച ശേഷം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ ശല്യം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. കാട്ടാനകൾ പതിവാണെന്നും ജനവാസ മേഖലകളിലെത്തുന്ന കാട്ടാന ഇപ്പോൾ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടെന്നും ജനവാസികൾ പറയുന്നു. ആനയുടെ സാന്നിധ്യമുള്ളിടങ്ങളിൽ പോലും തൊഴിലാളികൾ അതിരാവിലെ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങേണ്ട അവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ജനവാസികൾ ആവശ്യപ്പെടുന്നു. ജനവാസികളുടെ ജീവനും സുരക്ഷ നൽകേണ്ട കാര്യത്തിൽ സർക്കാർ ഇനിയും നീരസം കാട്ടരുത്. ഓരോ ജീവനും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ അവരുടെ ജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതും മാത്രമല്ല അതിരാവിലെയുള്ള സുരക്ഷിതമല്ലാത്ത ജോലി ഇടങ്ങളും കൃത്യമായി പരിശോധിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടതും സർക്കാരിന്റെ ഓരോ ഉത്തരവാദിത്തം കൂടിയാണ്. பார்த்துட்டு நிற்கும் போதே என்ன செஞ்சு இது வந்ததுல உள்ள குப்பரை விழுந்துட்டேன். குப்பரை விழுந்தது வேற ஒண்ணுமே. அதுலதான் லேசா தரதான் பக்கத்துல எல்லாம் நிற்கல. பக்கத்துல இருந்து டைவர் ஒரு பையன் தான் நின்றுச்சு. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ഈ കല്ലാറ് ഭാഗത്ത് ഷൈനി എന്ന് വിളിക്കുന്ന തോട്ടം തൊഴിലാളി രാവിലെ തോട്ടത്തിലേക്ക് പണിക്ക് പോകുമ്പോൾ ആനയുടെ മുന്നിൽ പെടുകയും ആന അവരെ ഓടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവർക്ക് വീണ് പരിക്ക് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 8 മണിക്കാണ് ഇവർക്ക് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് തോട്ടത്തിൽ. പക്ഷെ എന്നാലും ഇവർ ഇത്രയും നേരത്തെ വെട്ടം വീഴുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സമയത്ത് ഈ റോഡിലൂടെ തനിച്ചാണ് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപകടം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പനിയായിട്ടൊരു ഈ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 8 മണിക്കത്തെ പണിക്ക് ഇങ്ങനെ 5 മണിക്ക് തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ കല്ലാർ നല്ലതണ്ണി ഭാഗത്ത് ആന ഉണ്ടെന്നുള്ളത് കൃത്യസമയത്ത് തന്നെ അലർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മെസ്സേജ് വഴി പലർക്കും കൊടുത്തിട്ടുള്ളതാണ്. തോട്ടം തൊഴിലാളിയായ ഷൈനി എന്ന സ്ത്രീ രാവിലെ 5 മണിക്കാണ് ഈ കൊളുന്തു കൊള്ളാനായിട്ട് സൂപ്പർവൈസർമാരെ വിളിച്ചു കൊണ്ടുപോയി. അവർക്കൊരു സമയവും ജോലിക്ക് ഒരു കൃത്യനിഷ്ഠതയില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ടാറ്റ ടീ ഇടപെടുന്നത്. ഇതിന് ശക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ലേബർ ഓഫീസറുടെ ഭാഗത്തു നിന്നും അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു അവർ 5 മണിക്ക് ഒരു സ്ത്രീയാണ് 5 മണിക്ക് പണിക്ക് പോകണം. ഇതിന് സമയമുണ്ട്. ഓരോ തൊഴിലിനും ഓരോ സമയമുണ്ട്. ആ സമയം കൃത്യനിഷ്ഠയും കാര്യങ്ങളും ലേബർ ഓഫീസർമാരും മറ്റുള്ളവരും പരിശോധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. അതിന് പരിശോധിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികളും മറ്റുള്ള കാര്യങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ஒரு கோர சம்பவம் நடந்துகிட்டே இருக்கு. காட்டு மிருகங்களை குறிப்பா ஆனை இங்க இருக்கக்கூடிய தொழிலாளிகளை துன்புறுத்துத ஒரு நிலையாக கொண்டிருக்கு. அது எத்தனையோ முறை நம்ம சம்பந்தப்பட்ட அரசு அதிகாரிகளுக்கும் சர்க்காருக்கும் இதை பற்றி தெரிவித்து கூட சரியான தக்கதான நடவடிக்கைகள் எடுக்க முடியல. எல்லாம் கம்பெனி எடுக்குன்னு சொல்றது மாத்திரம் ஆகாது. வனவிலங்குகளை பாதுகாக்கக்கூடிய சட்டம் உண்டாக்குறது சர்க்கார். அதே மாதிரி அந்த பாதுகாப்புல இருந்து அந்த மிருகங்களை எந்த அளவுக்கு பாதுகாக்கின்றதோ அதுபோல அந்த நாட்டில் அங்கே இருக்கக்கூடிய ஜனங்களையும் பாதுகாக்கிறதுக்குள்ள உரிமை அந்த சர்க்காருக்கு இருக்கின்றது. ஆனால் அது சர்க்கார் ஏற்றுக்கொள்ளவில்லை. அதனால தோட்டம் தொழிலாளர்கள் வேலைக்கு போகிறது பெரிய பயமாக இருக்கக்கூடிய சூழ்நிலையாக்கி இருக்கு.
அது உடனடியாக ஒரு மாற்றத்தை கொண்டு வரணும். இந்த கல்லாறில் புதுக்காடு டிவிஷனில் பாக்கி டிவிஷனில் ஒரு அம்மாவை இதுபோல் அட்டாக் பண்ண வரக்கூடிய சூழ்நிலையில் விவாதனம் இதே நிலையில் கடவுளுடைய இறைவனுடைய அருள் இருக்கிற மாற்றம்தான் அந்த தாய் தப்பிக்க முடிஞ்சிருக்கு. இல்லைன்னு சொன்னால் உயிரிழக்க வேண்டிய நிலைமை ஏற்பட்டிருக்கும். அந்த குடும்பம் கூட ரொம்ப கஷ்டத்தில் ஆகியிருக்கும். அதுக்கெல்லாம் ஒரு மாற்றம் உண்டாகிறதுக்கு, பாதுகாப்பு கொடுக்கறதுக்கு அரசு பாகத்திலிருந்து உடனடியாக நடவடிக்கை உண்டாகும்.